ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ SCRT ഒരു റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5ാം ക്ലാസ്സിലെ സയൻസും 1ാം ചാപ്റ്റർ മുതൽ 6ാം ചാപ്റ്റർ 6 ചാപ്റ്റർ. 1ാമത്തെ ചാപ്റ്റർ സസ്യലോകത്തെ അടുത്തറിയാം, 2ാം ചാപ്റ്റർ ജീവജലം, 3ാം ചാപ്റ്റർ മാനത്തെ നിഴൽ കാഴ്ചകൾ, 4ാമത്തെ ചാപ്റ്റർ വിത്തിനുള്ളിലെ ജീവൻ, ഊർജത്തിൻ്റെ ഉറവകൾ, 6ാമത്തെ ചാപ്റ്റർ ഇത്തിരി ശക്തി ഒത്തിരി ജോലി. ഈ 6 ചാപ്റ്ററാണ് നമ്മൾ ഒരു ക്വിക്ക് റിവിഷനായിട്ട്, ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ക്വിക്ക് റിവിഷനായിട്ട് എന്ത് ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, ഓടിച്ച് നമ്മളെ സംബന്ധിച്ച് LDC എക്സാമിന് അല്ലെങ്കിൽ LPUP പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് 5ാം ക്ലാസ്സിലെ സയൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. പക്ഷേ അതിലും ചില ചാപ്റ്ററൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില ടേമുകൾ, ടോപ്പിക്കുകൾ, കാര്യങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്യുക, റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ 5ാം ക്ലാസ്സിലെ സയൻസ് 1ാമത്തെ ചാപ്റ്റർ മുതൽ 6ാമത്തെ ചാപ്റ്റർ വരെ ഒരു ക്വിക്ക് റിവിഷനിലൂടെ നമ്മൾ ഓടിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ എഫേർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ആകെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബിലൂടെയും ഷെയറിലൂടെയും കമൻറ്റിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. വീഡിയോയിലേക്ക് പോകാം. ഹലോ ഡിയർ ടീച്ചേഴ്സ്, എൻ്റെ പേര് വിനിത. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോണത് സസ്യലോകത്തെ അടുത്തറിയാം എന്നുള്ള ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ സസ്യലോകത്തെ കുറച്ച് കൂടുതലായിട്ട് ഈ ചാപ്റ്ററിലൂടെ അടുത്തറിയാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ബോട്ടണിയൊക്കെ പഠിക്കുന്നവരല്ലാതെ ഇപ്പം എന്തുകൊണ്ടാണ് ഈ ചീരയുടെ ചുവപ്പ് നിറം, അല്ലെങ്കിൽ സൂര്യകാന്തി പൂക്കൾക്ക് എന്തുകൊണ്ടാണ് മഞ്ഞ നിറം, അല്ലേ, നമ്മൾ ആസ്വദിക്കാറുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നു പോകാറില്ല. അപ്പോൾ ഇന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ അത് എന്തുകൊണ്ടാണ് അതിന് അത്തരത്തിലുള്ള നിറങ്ങൾ വരുന്നത്, നമ്മുടെ ചുറ്റുപാടുള്ള ചെടികൾ, അല്ലേ, ഇപ്പം എന്താ പറയുക, വേറൊരു മരത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ചില ചെടികൾ ഉണ്ടായിരിക്കും, അവ ഏത് ഗണത്തിൽ പെടുന്നു, അല്ലേ, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ PSCയിൽ അത് ചോദിക്കുമ്പോൾ നമുക്കൊരു മാർക്കായി മാറും. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കോൺസെപ്റ്റുകൾ അടങ്ങുന്ന ഒരു ചാപ്റ്ററാണിത്. നമ്മൾ ആ ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പ്രകാശ സംശ്ലേഷണം, അല്ലേ, ഫോട്ടോസിന്തസിസ്, നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിച്ചു വരുന്ന ടോപ്പിക്കാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. എന്താണ്? ചെടികൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നത്, അല്ലേ. അപ്പോൾ ഈ സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ഈ വെള്ളത്തിൽ എന്താ, പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എന്ന വാതകം സസ്യങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആ ചെടികൾക്ക് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഇലകളിൽ വെച്ചിട്ടാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇത് നടക്കണമെങ്കിൽ എന്തിന്റെ സഹായം ആവശ്യമാണ്? ഇലകളിലെ ഹരിതകം എന്ന് പറയുന്ന വർണ്ണവസ്തുവിന്റെ സഹായവും സൂര്യപ്രകാശവും വേണം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. ഞാൻ എടുത്തു പറയാണ്, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്, അല്ലെ. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്താണ് പുറത്തുവിടുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കിയിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വപോഷികൾ എന്നാണ് അറിയപ്പെടുന്നത്. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വപോഷികൾ എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്ത ടോപ്പിക്കാണ് ആസ്യരന്ധ്രം, സ്റ്റൊമാറ്റ. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് എന്ത്? ആസ്യരന്ധ്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ആസ്യരന്ധ്രങ്ങൾ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഏതിലൂടെയാണ്? ഈ ആസ്യരന്ധ്രം എന്ന് പറയുന്ന സുഷിരങ്ങളിലൂടെയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടോപ്പിക്ക് പറയണം എന്നുണ്ട്. ടോപ്പിക്കല്ല,
ഈ ആസ്യരന്ധ്രവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു PSCയുടെ ഒരു ക്വസ്റ്റ്യൻ, PSC ബുള്ളറ്റിനിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ചോദ്യം ഇതാണ്: ആസ്യരന്ധ്രങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന മൂലകം ഏതാണ്? ആസ്യരന്ധ്രങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന മൂലകം ഏതാ? പൊട്ടാസ്യം. ഏതാണ്? പൊട്ടാസ്യം. ഇനി അടുത്ത ടോപ്പിക്കാണ് ഹരിതകം. ഹരിതകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം, അല്ലെ? ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ആരാണ്? ഈ ഹരിതകമാണ്. അപ്പൊ ഈ ഹരിതകം ഹരിതകം പ്ലേ ചെയ്യുന്ന റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്, അല്ലെ? ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഈ ഹരിതകമാണ്. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ഹരിതകം കൂടുതലുള്ളത് എവിടെയാണ്? ഇലകളിലാണ്. എന്ന് നമുക്കറിയാം, എല്ലാ ഇലകൾക്കും ഈ പച്ച നിറമാണോ? അല്ല, അല്ലെ? നമുക്ക് ചുവന്ന ചീരയുണ്ട്, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ചില ഇലകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിലെങ്ങനെയാ പ്രകാശ സംശ്ലേഷണം നടക്കുമോ? ചുവന്ന നിറത്തിലുള്ള ചീരയിലും ഒക്കെ അതിലും പ്രകാശ സംശ്ലേഷണം നടക്കും, അല്ലെ? ഇനി നോക്കൂ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഇലകൾക്ക് പല നിറത്തിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ പല നിറങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ നോക്കൂ, ഹരിതകമല്ലാത്ത വർണ്ണങ്ങളും ഈ സസ്യങ്ങളിലുണ്ട്, അല്ലെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലും കരോട്ടിൻ ഉള്ളവ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലും ആന്തോസയാനിൻ എന്ന വർണ്ണകമുള്ള ഇലകൾക്ക് ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നുണ്ട്, അല്ലേ? എന്നാൽ ചെമ്പരത്തിപ്പൂവ് ചുവന്നിരിക്കാനും സൂര്യകാന്തി പൂവ് മഞ്ഞയാവാനും ഒക്കെ ഉള്ള കാരണം എന്തുകൊണ്ടായിരിക്കും, അല്ലെ? അതിലും ഇതുപോലെ വർണ്ണകമുണ്ട്. അതുകൊണ്ടാണ് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. ഒന്നുകൂടെ പറയാം. സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലും കരോട്ടിൻ ഉള്ളവ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലും ആന്തോസയാനിൻ എന്ന വർണ്ണകമുള്ള ഇല ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് PSC ബുള്ളറ്റിനിൽ ഇതിനു മുൻപ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാട്ടു. കുങ്കുമത്തിൽ അടങ്ങിയിട്ടുള്ള വർണ്ണകം ഏതാണ്? ബിക്സിൻ. ബിക്സിൻ എന്ന് പറയുന്ന വർണ്ണകമാണ് കുങ്കുമത്തിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ വേറൊരു ചോദ്യമാണ്, ഹരിതക വേരുള്ള സസ്യം ഏതാണ്? ഹരിതക വേരുള്ള സസ്യമാണ് അമൃതവള്ളി. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ ആസ്യരന്ധ്രത്തിന്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു, ഇലയുടെ ആ ഒരു ഇതിലൂടെയാണ് അന്തരീക്ഷത്തിലേക്ക് ബാഷ്പം പോകുന്നതെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, ഇലയുടെ അഗ്രഭാഗത്തുള്ള ഹൈഡാത്തോഡ് എന്ന സൂക്ഷ്മ സുഷിരങ്ങൾ വഴി ജലം തുള്ളികളായിട്ട് നഷ്ടപ്പെടുന്ന പ്രക്രിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? ബിന്ദുസ്രാവം അഥവാ ഗട്ടേഷൻ. ബിന്ദുസ്രാവം അഥവാ ഗട്ടേഷൻ. അപ്പൊ ഈ ക്വസ്റ്റ്യങ്ങളിലൊക്കെ നമ്മുടെ ക്യൂസ് മത്സരം നടത്തുമ്പോൾ ഇടാന്ന് വിചാരിച്ചു, പക്ഷെ ഇതിൽ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞ് ആ ടോപ്പിക്കിന്റെ ഒപ്പം ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവിൽ നമ്മൾ കേൾക്കാത്ത ചോദ്യങ്ങളാണെന്ന് തോന്നുകൊണ്ടാണ് അതിന്റെ ഒപ്പം തന്നെ പറയണത് കേട്ടോ. ഇപ്പൊ നമ്മൾ പൂക്കളുടെയും ഇലകളിലെയൊക്കെ നിറങ്ങൾ പറഞ്ഞു. അതിൽ നമ്മൾ മഞ്ഞ നിറവും ഓറഞ്ച് നിറവും പച്ച നിറവും ഒക്കെ പറഞ്ഞു, അല്ലെ? അപ്പൊ ഈ പൂക്കൾക്ക് പർപ്പിൾ നിറം നൽകുന്ന സസ്യവർണ്ണകം ഏതാണ്? പൂക്കൾക്ക് പർപ്പിൾ നിറം നൽകുന്ന സസ്യവർണ്ണകം ഏതാണ്? പൂക്കൾക്ക് പർപ്പിൾ നിറം കൊടുക്കുന്നത് ആന്തോസയാനിനാണ്. ഇനി മറ്റൊരു ചോദ്യം, സസ്യകോശങ്ങൾക്ക് കടുപ്പം നൽകുന്ന പദാർത്ഥം ഏതാണ്? സസ്യകോശങ്ങൾക്ക് കടുപ്പം നൽകുന്ന പദാർത്ഥമാണ് ലിഗ്നിൻ എന്ന് പറയുന്ന പദാർത്ഥം. സസ്യകോശങ്ങൾക്ക് കടുപ്പം നൽകുന്ന പദാർത്ഥമാണ് ലിഗ്നിൻ. ഇനി നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു ഓർക്കിഡാണ് മരവാഴ, അല്ലേ? അപ്പൊ അതിന്റെ തടിച്ച വേരുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിന് ചില പ്രത്യേകതകളുണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനായിട്ട് ഈ മരവാഴയുടെ വേരുകൾക്ക് കഴിയും. അതുകൊണ്ടാണ് മണ്ണില്ലെങ്കിൽ കൂടെ ഇവയ്ക്ക് വളരാൻ കഴിയുന്നത്. നമ്മൾ ചില ചെടികളെ കാണുമ്പോൾ നമ്മൾ അതിശയിക്കില്ലേ? പ്രത്യേകിച്ച് മണ്ണോ അല്ലെങ്കിൽ വേറെ സംഭവങ്ങളോ ഒന്നിനും സപ്പോർട്ട് ഇല്ലാതെയായിരിക്കും അവ വളരുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിലൊന്നാണ് ഈ മരവാഴ എന്ന് പറയുന്നത്. മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ കഴിയുന്നുണ്ട്. അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ഇവ ഈർപ്പം വലിച്ചെടുക്കുന്നുണ്ട്. വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് ഇവ എന്ത് ചെയ്യുന്നത്? മറ്റ് സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരം സസ്യങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എപ്പിഫൈറ്റുകൾ എന്നുള്ളത്. എപ്പിഫൈറ്റുകൾ.
അപ്പൊ ഈ ഓർക്കിഡുകൾ എന്ന് പറയുന്ന സസ്യങ്ങളൊക്കെ ഏത് വിഭാഗത്തിലായിരിക്കും പെടുന്നത്? ഈ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് പരാത സസ്യങ്ങൾ. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഇത്തിൽ കണ്ണിയൊക്കെ അങ്ങനെ മാവിൽ വളരുന്നത്. ചിലവര് നമ്മുടെ ജീവിതത്തിൽ തന്നെ പറയാറില്ലേ, ഓ അവനൊരു ഇത്തിൽ കണ്ണിയാണ്, അല്ലെങ്കിൽ അവളൊരു ഇത്തിൽ കണ്ണിയാണ് എന്നൊക്കെ പറയാറില്ലേ. എന്നെയൊക്കെ വീട്ടിൽ ചില സമയത്ത് തമാശയ്ക്ക് അങ്ങനെ പറയാറുണ്ട്. കാരണം നമ്മൾ ഈ ജോലിയൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കഴിയുകയാണല്ലോ. അപ്പൊ അങ്ങനെ ഇത്തിൽ കണ്ണി എന്നുള്ളൊരു പ്രയോഗം വന്നിട്ടുണ്ടല്ലേ. അപ്പൊ എനിക്ക് പലപ്പോഴും ഇതിന്റെ ആ ഒരു സംഭവം മനസ്സിലായില്ലേ, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത് എന്താണ്, ഈ മാവിലും മറ്റുമൊക്കെ പടർന്ന് വളരുന്ന ചില സസ്യങ്ങളാണ്. അപ്പോൾ ഈ ഇത്തിൽ കണ്ണി വളരുന്നത് മറ്റുള്ള ചെടികളെ ആശ്രയിച്ചിട്ടായിരിക്കുമല്ലോ. ഇത്തിൽ കണ്ണികൾക്ക് ഈ ഇലകളും വേരുകളും ഉണ്ടെങ്കിലും അവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്തിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പൊ ഇവയ്ക്ക് ഇലകളും വേരുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവ എന്താ ചെയ്യുന്നത്, അവ ഏത് സസ്യത്തിലാണോ പടർന്നു കയറുന്നത് ആ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്തിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പൊ ഈ ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളിയാണ് മൂടില്ലാത്താളി അല്ലെ. ഈ വള്ളി അത് വസിക്കുന്ന സസ്യത്തിന് എന്തെങ്കിലും ദോഷം വരുത്തുവോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ചില സസ്യങ്ങൾ അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നുണ്ട്. ഇവ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല അല്ലെ. അപ്പൊ നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും വലിയ പുഷ്പമായിട്ടുള്ള റഫ്ലീഷ്യയൊക്കെ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവയാണ്. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതങ്ങൾ അല്ലെങ്കിൽ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തിൽ കണ്ണിയാണ്. അതായത് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് അവ ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് ഈ അർദ്ധപരാതങ്ങൾ അല്ലെ. എന്താണെങ്കിലും എന്താ, അവ സ്വന്തമായിട്ടാണ് ആഹാരങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, അവയെ അർദ്ധപരാതങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് എന്ത്, പൂർണ്ണപരാതങ്ങൾ. പരാതങ്ങൾ. അപ്പൊ പൂർണ്ണമായിട്ടും എന്താ ചെയ്യുന്നത്, ആതിഥേയ സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കഴിയുകയാണ് അല്ലെ. അപ്പോ അത്തരം സസ്യങ്ങൾക്കൊരു ഉദാഹരണമാണ് മൂടില്ലാത്താളി എന്ന് പറയുന്നത്. അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ഇനി മറ്റൊരു തരം സസ്യങ്ങളാണ് ശവോപജീവികൾ. ശവോപജീവികൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കാം? ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവ എന്താണ്, ജീർണാവശിഷ്ടങ്ങൾ അല്ലെ. ഇപ്പൊ ഈ ശവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് എന്താ ഉദ്ദേശിക്കുന്നത്, ജീർണാവശിഷ്ടങ്ങളാണ് അല്ലെ. അപ്പൊ ആ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ, അവയ്ക്ക് വേണ്ട പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്തിട്ടാണ് ഈ ശവോപജീവികള് വളരുന്നത്. ഈ പൂപ്പലുകളൊക്കെ നമുക്ക് വളരെയധികം പരിചിതമാണ് അല്ലെ. ഈ പൂപ്പലുകളൊക്കെ എവിടെയാ വളരുക? ഇപ്പൊ ഒരു കഷ്ണം നമ്മൾ റൊട്ടിയൊക്കെ നനച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2 ദിവസത്തിന് ശേഷം എന്താണ്, അതിൽ പൂപ്പലുകൾ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ റൊട്ടി, നമ്മുടെ അച്ചാറ്, അതിലെല്ലാം വളരുന്ന പൂപ്പലുകളെല്ലാം എന്താണ്, ശവോപജീവികളാണ്. കാരണം ഈ പൂപ്പലുകൾ ഈ റൊട്ടിയിലും അച്ചാറിലും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു ജീർണാവശിഷ്ടം അല്ലെ, അതിൽ നിന്നാണ് അവ എന്ത് കണ്ടെത്തുന്നത്, പോഷകങ്ങൾ കണ്ടെത്തുന്നത്. ഇനി വേറൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ഈ പൂപ്പലുകളെ സസ്യവിഭാഗത്തില് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ കുട പോലെ മുളച്ചു പൊന്നുന്ന കൂണുകൾ അല്ലെ, നല്ല കൗതുകമാണ് കാണാൻ. ആ കൂണുകള് നമുക്ക് സുപരിചിതമാണ്. ഇവയും ഏത് വിഭാഗത്തിൽപ്പെട്ടവയാണ്, ഈ പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കൂണിനെ എന്താ പറയുക, നമ്മൾ ശരിക്കും ഈ മഷ്റൂം എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഒരു ശരിക്കും നോൺ വെജ് ഐറ്റം പോലെയൊക്കെ ചിലർ ട്രീറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതെന്തുകൊണ്ടാ, ഈ പൂപ്പലുകള് ആ പൂപ്പലുകളെ പോലെ തന്നെയാണ് ഈ കൂണുകളും പൂപ്പലുകളും ഒന്നും സസ്യവിഭാഗത്തില് ഉൾപ്പെടുന്നവയല്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കറിയാം പടവലങ്ങിയും ഈ കയപ്പയ്ക്കൊക്കെ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നവയാണ് അല്ലെ. ചില സസ്യങ്ങൾക്ക് എന്താണ്, വള്ളികൾ ഇങ്ങനെ ഉണ്ടാവും അല്ലെ. നമ്മുടെ മത്തങ്ങയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആരോഹികൾ എന്നുള്ള ടോപ്പിക്കാണ് ഇനി നോക്കാൻ പോകുന്നത്. മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഈ ആരോഹികൾ എന്ന് പറയുന്നത്, ക്ലിംബേഴ്സ്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ. ചില സസ്യങ്ങൾ
പറ്റുവേരുകൾ ഉപയോഗിച്ചിട്ടാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത്. കുരുമുളക്, പാവൽ, പടവലം എന്നിവയെല്ലാം ഈ ആരോഹികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. കുരുമുളകൊക്കെ നമുക്കറിയാം അല്ലെ, കുരുമുളകൊക്കെ എങ്ങനെയാ ഇങ്ങനെ പിടിച്ചു കയറുന്ന, വേറൊരു ചെടിയിൽ പിടിച്ചു കയറുന്നവയാണ്. അതുപോലെ പാവല്, പടവലം തുടങ്ങിയവയെല്ലാം ഈ ആരോഹികൾ എന്ന് പറയുന്നവയാണ്. ഇവയുടെ കാണ്ഡങ്ങൾ എന്തായിരിക്കും? ദുർബല കാണ്ഡ സസ്യങ്ങളായിരിക്കും. പിന്നെ ഇവ താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായിട്ട് ഇവയ്ക്ക് എന്തുണ്ടാവും? സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രധാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ മധുരക്കിഴങ്ങ് ചെടി നിങ്ങൾ കണ്ടിട്ടില്ലേ? മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഒരു ദുർബല കാണ്ഡ സസ്യമാണ് അല്ലെ. അവ എങ്ങനെയാണ് വളരുന്നത്? ദുർബല കാണ്ഡ സസ്യമായിട്ടുള്ള മധുരക്കിഴങ്ങ് അവയ്ക്ക് പടർന്നു കയറാനൊന്നും പറ്റില്ല അല്ലെ. അവ നമ്മൾ അതിനെ പറയുന്നത് ഈ ഇഴവള്ളികൾ എന്നാണ്, ക്രീപ്പേഴ്സ്. നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഈ ഇഴവള്ളികൾ. മധുരക്കിഴങ്ങ്, കൊടങ്ങല്, പിന്നെ സ്ട്രോബെറി തുടങ്ങിയവയൊക്കെ ഈ ഇഴവള്ളികളാണ്. ഇവയിൽ പ്രധാനങ്ങളോ അല്ലെങ്കിൽ പറ്റുവേരുകളോ ഉണ്ടായിരിക്കില്ല. കാരണം പ്രധാനങ്ങൾ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് മറ്റൊരു ചെടിയിലേക്ക് പടർന്നു കയറാനുള്ള സ്പ്രിങ് പോലുള്ള ഭാഗം. അപ്പൊ നമ്മുടെ ഈ മധുരക്കിഴങ്ങിനോ അല്ലെങ്കിൽ സ്ട്രോബെറിക്കൊന്നും അങ്ങനെ വേറൊരു ചെടിയിൽ ഇങ്ങനെ പറ്റിക്കേറി ഇങ്ങനെ പടർന്നു പോകാനുള്ള പ്രധാനങ്ങളില്ല അല്ലെ. അവയ്ക്ക് കൈകളില്ല എന്നങ്ങോട്ട് വിചാരിക്കുക. ആ പ്രധാനങ്ങളില്ല അവയ്ക്ക്. അപ്പോൾ അവയെ നമ്മൾ പറയുന്നത് ഇഴവള്ളികൾ എന്നാണ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഇങ്ങനെ ഇഴഞ്ഞിങ്ങനെ കിടക്കുന്ന പോലെയുള്ള ഇഴവള്ളികളാണവ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും എന്നുള്ള ഭാഗമാണ്. താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ വേണ്ടി മാത്രമല്ല, ചെടികളെ താങ്ങി നിർത്താനും ഈ വേരുകൾ പ്രയോജനപ്പെടുന്നുണ്ട് അല്ലെ. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. ഈ പേരാലിൽ കാണുന്നത് എങ്ങനത്തെ വേരാണ്? താങ്ങുവേരുകളാണ് അല്ലെ. ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ്. എന്നാൽ കൈതയിലെ വേരുകൾ കണ്ടിട്ടുണ്ടോ? കൈത എന്ന് പറയുന്നത്, ഞാൻ ഈ ചെടീനെ ഇതുവരെ കണ്ടിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിൽ കാണുമ്പോഴാണ് ആ ചെടി കാണുന്നത് തന്നെ കേട്ടോ. അപ്പൊ ഈ കൈതയിലെ വേരുകൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വളരുന്നത്. തണ്ടിൽ നിന്ന് താഴത്തേക്ക് വേരുകൾ വളരുക ചെയ്യുന്നത്. അപ്പൊ ഇത്തരം വേരുകളെ നമ്മൾ പൊയ്ക്കാൽ വേരുകൾ എന്നാണ് പറയുന്നത്. പൊയ്ക്കാൽ വേരുകൾ, അതായത് നമ്മളിപ്പോ ചില സമയത്തൊക്കെ കണ്ടിട്ടില്ലേ, ഈ പൊയ്ക്കാൽ വെച്ചിട്ടുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കും ഈ എന്താ പറയാ ഈ കൈതയുടെ വേരും. ഏകദേശം ഇപ്പൊ നമ്മള് ഈ വലിയ കാല് നമ്മുടെ ഈ ചില വലിയ ഈ എന്താ പറയുക ഷോറൂമുകളിലേക്ക് ഫ്രണ്ടിൽ ഉദ്ഘാടനത്തിനൊക്കെ പൊയ്ക്കാല് വെച്ചിട്ട് എല്ലാവരെയും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ നിർത്തില്ല, നല്ല ഉയരത്തില് അവരുടെ മുട്ടുകാലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പൊയ്ക്കാല് പോലെയായിരിക്കും. നമ്മളിങ്ങനെ അത്ഭുതപ്പെടും കുട്ടിയായിട്ടിരിക്കുന്ന സമയത്തൊക്കെ, ഇത് എന്തൊരു കാലം, ഇവർക്ക് എങ്ങനെ ഇത്ര ഹൈറ്റ് വന്നത് എന്നൊക്കെ അല്ലെ. അതേപോലെ തന്നെയാണ് ഈ കൈതടിയും ആറ്റ് കൈതടിയും വേര് എന്ന് പറയുന്നത്. പൊയ്ക്കാലാണ് അവയ്ക്ക് ഉണ്ടാവുന്നത്. അതായത് ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയായിരിക്കും അവയുടെ വേരുകൾ എന്ന് പറയുന്നത്. തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വളരുന്നത്. അത്തരം വേരുകളെ നമ്മൾ എന്ത് പറയും? പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയും. ഞാൻ ഈ കാര്യങ്ങൾ കുട്ടിക്കാലത്ത് കണ്ട ആ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ ചേർത്തി പറഞ്ഞ് നിങ്ങൾക്ക് അത് ആ കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്കിതൊക്കെ മണ്ടത്തരമാണോ എന്ന് സംശയമുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടൽ ചെടിയാണ് കേട്ടോ. കണ്ടൽ ചെടി എന്ന് പറയുന്നത് നമ്മുടെ മാംഗ്രോവ്സ് അല്ലെ, ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. കണ്ടൽ ചെടികൾ ചതുപ്പ് നിലങ്ങളിലാണ് വളരുന്നത്. അപ്പോൾ ഈ കണ്ടൽ ചെടികളുടെ ഏറ്റവും വലിയൊരു സംഭവം നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ. അതെവിടെയാണ്? നമ്മുടെ ഡെൽറ്റ പ്രദേശങ്ങളിൽ ഈ കണ്ടൽ ചെടികൾ വളരുന്നത്. സുന്ദർബൻ അല്ലെ, സുന്ദരി എന്ന് പറയുന്ന കണ്ടൽ ചെടിയിൽ നിന്നാണ് ആ ഒരു വനത്തിന് തന്നെ സുന്ദര വനം എന്ന് പറയുന്ന പേര് കിട്ടിയത്. സുന്ദർബൻസ് എന്ന് പറയുന്ന പേര് ലഭിച്ചത് വെസ്റ്റ് ബംഗാളിൽ. ഇവയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നവയാണ്. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾക്ക് ശ്വസന വേരുകൾ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഇവയുടെ വേരിന്റെ അറ്റം എന്ന് പറയുന്നത് എങ്ങോട്ട് നിൽക്കുന്നു? അന്തരീക്ഷത്തിലേക്കാണ് വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വാതക വിനിമയത്തിന് സഹായിക്കുന്നവയാണ് ഇത്തരം വേരുകൾ. അവയ്ക്ക് പറയുന്ന പേര് ശ്വസന വേരുകൾ എന്നാണ്. കണ്ടൽ ചെടികളുടെ കൂടുതൽ കാര്യങ്ങള് നമുക്ക് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. 2-3 ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മരച്ചീനി അല്ലെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കപ്പ എന്ന് പറയുന്നത്. അപ്പൊ ഈ മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ്? ആഹാരം സംഭരിച്ചു വെക്കുന്നത് വേരുകളിലാണ്
അല്ലേ? ആ വേരുകളെ നമ്മൾ പറയുന്നത് എന്താണ്? സംഭരണ വേരുകൾ എന്നാണ്. വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. ഇതിനെ നമ്മൾ പറയുന്നതാണ് സംഭരണ വേരുകൾ എന്ന് പറയുന്നത്. എല്ലാ കിഴങ്ങുകളും എന്നാൽ സംഭരണ വേരുകളല്ല, അല്ലേ? രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. നമ്മുടെ പൊട്ടാറ്റോ. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷെ നമുക്ക് എന്താ പറയുക, ചെറുതെന്ന് വിചാരിക്കുന്ന എന്നാൽ വലിയ അറിവുകളുള്ള കാര്യങ്ങളാണ്. ഒരിക്കൽ കൂടി നമ്മൾ പറഞ്ഞ ടോപ്പിക്കുകൾ മാത്രമായിട്ടൊന്ന് പറയാം. നമ്മൾ ഫോട്ടോസിന്തസിസ് പറഞ്ഞു, അതിനുശേഷം നമ്മൾ ആസിരന്ധ്രം എന്താണെന്ന് പറഞ്ഞു, ഹരിതകം എന്താണെന്ന് പറഞ്ഞു, പല നിറങ്ങൾ കൊടുക്കുന്ന ആ വർണ്ണ വസ്തുക്കൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞത്, പരാത സസ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു, അവയ്ക്ക് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു, പൂർണ്ണപരാതങ്ങളും അർദ്ധപരാതങ്ങളും എന്താണെന്ന് നോക്കി, പിന്നെ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് അവയുടെ പോഷകങ്ങൾ കണ്ടെത്തുന്ന ശവോപജീവികൾ, അല്ലെ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ആരോഹികളെ കുറിച്ച് പറഞ്ഞു, അല്ലെ, മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡമുള്ള സസ്യങ്ങളാണ് ആരോഹികൾ. പിന്നെ ഇഴവള്ളികളെ കുറിച്ച് പറഞ്ഞു. പിന്നെ താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളെ കുറിച്ചിട്ടും കണ്ടൽ ചെടികളെ കുറിച്ചിട്ടുമാണ് പിന്നീട് നമ്മൾ പറഞ്ഞത്. പിന്നെ ആഹാരം അതിൻ്റെ വേരിൽ സംഭരിച്ച് വെക്കുന്ന മരച്ചീനിയെ കുറിച്ച് പറഞ്ഞു. അത്തരത്തിലുള്ളത് സംഭരണ വേരുകളാണ്. പിന്നെ ഭൂകാണ്ഡങ്ങൾ, ഉരുളക്കിഴങ്ങ് പോലെയുള്ള സംഭരണ വേരുകളില്ലാത്ത രൂപാന്തരം പ്രാപിച്ച കാണ്ഡമുള്ള ഉരുളക്കിഴങ്ങിനെ കുറിച്ച് പറഞ്ഞു. അവയെ നമ്മൾ ഭൂകാണ്ഡങ്ങൾ എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. ഇനി ഈ പറഞ്ഞ അതേ ടോപ്പിക്കിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ചോദ്യങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഓഡിയോ ഞാൻ അവസാനിപ്പിക്കാം. അതിലൊരു ചോദ്യം, പ്രകാശ സംശ്ലേഷണം നടക്കുന്ന കോശഭാഗം ഏതാണ്? ഏതാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന കോശഭാഗം? പ്രകാശ സംശ്ലേഷണം നടക്കുന്ന കോശഭാഗത്തിന് പറയുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ശ്വസന വേരുകളുള്ള സസ്യത്തിന് ഉദാഹരണം ഏതാണ്? കണ്ടൽ ചെടിയാണ് ശ്വസന വേരുള്ള ഒരു സസ്യത്തിന് ഉദാഹരണം. ഇലകളുടെ പുറത്തുള്ള മെഴുകുപോലുള്ള ആവരണം ഏതാണ്? ഏതാണ് ഇലകളുടെ പുറത്തുള്ള മെഴുകുപോലുള്ള ആവരണം? അതിന് പറയുന്ന പേരെന്താണ്? അതിന് പറയുന്ന പേരാണ് ക്യൂട്ടിക്കിൾ. ഏതാണ്? ക്യൂട്ടിക്കിൾ എന്നാണ് അതിന്റെ പേര്. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രകാശം ഏതാണ്? ഏതാണ്? ചുവപ്പാണ്. ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ സസ്യവിഭാഗത്തിന് പറയുന്ന പേര് എന്താണ്? ഫ്ലോറ. ഏതെങ്കിലും ഒരു പ്രദേശത്തെ സസ്യവിഭാഗത്തിന് പറയുന്ന പേരാണ് ഫ്ലോറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഹായ് ഓൾ ഓഫ് യു. അപ്പോൾ നമുക്ക് 5ാം ക്ലാസ്സിലെ സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ ജീവജലം, ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. 5ാം ക്ലാസ്സിൽ നമ്മൾ എന്താ ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ പെട്ടെന്നൊന്നും എന്ത് ചെയ്യുക, ഓടിച്ചു പോകുന്നു, ഒരു റിവിഷനായിട്ട് മാത്രം കണ്ടാൽ മതി. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഓരോന്നിൻ്റെയും വിശദാംശങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റിവിഷൻ്റെ ഭാഗമായിട്ട് 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ഓടിച്ചു നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഒരു ദ്രാവകത്തിൽ ലയിക്കുന്ന വസ്തു അറിയപ്പെടുന്ന പേരാണെന്ത്? ലീനം. അപ്പോൾ ഒരു ദ്രാവകത്തിൽ ലയിക്കുന്ന വസ്തു അറിയപ്പെടുന്ന പേര് ലീനം. അതേപോലെ ലീനം ലയിക്കുന്ന ദ്രാവകം അറിയപ്പെടുന്ന പേരാണെന്ത്? ലായകം. ലീനം ലയിക്കുന്ന ദ്രാവകം അറിയപ്പെടുന്ന പേരെന്താണ്? ലായകം. അടുത്തത്, ലീനം ലായകത്തോട് ലയിച്ചിട്ടുണ്ടാകുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ലായനി കിട്ടും. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നത് ലായനി. അതേപോലെ നോക്കൂ, പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. ഒരു എക്സാമ്പിൾ അല്ലേ? എന്താണ് പഞ്ചസാര ലായനി? അതിൽ പഞ്ചസാര എന്താണ്? ലീനം, വെള്ളം എന്താണ്? ലായകവുമാണ്. അടുത്ത് നോക്കിയേ, സോഡാക്കുപ്പി തുറക്കുമ്പോൾ പുറത്തു വരുന്ന കുമിളകൾ ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മത്സ്യങ്ങളും മറ്റ് പല
ജലജീവികളും ശ്വസിക്കുന്നത് വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ്. അപ്പോൾ ഒരു ഫാക്റ്റാണ് അല്ലേ, എന്താണ് മത്സ്യങ്ങളും മറ്റ് ജലജീവികളും ശ്വസിക്കുന്നത് വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ്. അതേപോലെ നോക്കി, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, ഒന്ന് റിവിഷൻ്റെ ഭാഗമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ലായകം ഏതാണ്? ജലമാണ്. അതേപോലെ നോക്കി, സാർവിക ലായകം എന്നറിയപ്പെടുന്നതാണ് ജലമാണ്. അടുത്ത് നോക്കൂ, ദ്രാവകങ്ങൾ അളക്കുന്ന ഏകവും ഏതാണ്? ലിറ്ററാണ് അല്ലേ. അളവ് നമുക്കറിയാമല്ലോ, 1 ലിറ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നില്ലേ. ഓക്കെ, അടുത്ത് നോക്കി, കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കുന്ന ഏകകം ഏതാണ്? മില്ലി ലിറ്ററാണ്. ഓക്കെ, അതേപോലെ ടെസ്റ്റിൽ കൊടുത്ത് ഈ കാര്യം ഒന്ന് നോക്കൂ. 1000 ഘന ലിറ്റർ ആണെന്ത്? ഘന സെൻറ്റിമീറ്റർ ആണ് എന്ത്? 1 ലിറ്റർ എന്ന് പറയുക. അതേപോലെ 1 ഘന സെൻറ്റിമീറ്റർ ആണെന്ത്? 1 മില്ലി ലിറ്റർ എന്ന് പറയുക. അതേപോലെ 1 ലിറ്റർ ആണെന്ത്? 1000 മില്ലി ലിറ്റർ. 1000 മില്ലി നമ്മൾ പറയുന്നില്ലേ. ഓക്കെ, അടുത്ത് നോക്കൂ, ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ 2/3 ഭാഗവും അടങ്ങിയിരിക്കുന്ന എന്താണ്? ജലമാണ്. നമുക്കറിയാം 2/3 ഭാഗം ജലം, നമ്മൾ കേട്ടിട്ടുള്ള കാര്യം അല്ലേ. അടുത്ത് നോക്കി, ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ, ഇതൊക്കെയാണെന്ത്? ജലസ്രോതസ്സുകൾ. ഇതൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമില്ല, എങ്കിൽ പോലും റിവിഷൻ്റെ ഭാഗമായിട്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ആ ചാപ്റ്റർ ഉള്ളത് കൊണ്ട്. ഓക്കെ, സമുദ്രജലത്തിൻ്റെ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമല്ല. ഭൂമിയിലെ സമുദ്രജലം എത്രയാണ്? 96.5%. ശുദ്ധജലം എത്രയാണ്? 3.5%. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങൾ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട് അല്ലേ. ഈ ശുദ്ധജലം പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, അതിൻ്റെ കാരണം എന്താണ് എന്ന രീതിയിലൊക്കെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പം തുടക്കത്തിൽ നമ്മൾ ചെറിയ രീതിയിൽ പഠിച്ചങ്ങ് പോയിട്ട് നമുക്ക് 9ാം ക്ലാസ് എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതേപോലെ നോക്കി, ബാഷ്പീകരണം നമുക്കറിയാലോ, എന്താണ്? ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ബാഷ്പീകരണം. അടുത്ത് നോക്കൂ, വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയയാണെന്ത്? ബാഷ്പീകരണം. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകവുമായി മാറുന്ന പ്രക്രിയ സാന്ദ്രീകരണം. അതേപോലെ നീരാവി തണുത്ത് വെള്ളമായി മാറുന്ന പ്രക്രിയ എന്താണ്? അത് സാന്ദ്രീകരണമാണ്. സാന്ദ്രീകരണം. അടുത്ത് നോക്കൂ, ജലസംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? മഴക്കുഴി, കയ്യാല അല്ലേ, ചരിഞ്ഞ പ്രദേശങ്ങളെ തട്ടുകളാക്കുക, തടമെടുക്കുക, ഇതൊക്കെ എന്താണ്? ജലം സൂക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങളാണ്, സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. അതേപോലെ നോക്കി, ഇന്ന് നിലവിലുള്ള പുതിയ ജലസംഭരണ പദ്ധതി ഏതാണ്? മഴവെള്ള സംഭരണിയുണ്ട് അല്ലേ, സിൽപോണിയും ജലസംഭരണിയുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കേട്ടിട്ടില്ലേ, നീല പ്ലാസ്റ്റിക്കൊക്കെ. ഓക്കെ, പിന്നെ കിണർ റീചാർജിങ്. കിണർ റീചാർജിങ് എന്ന് പറഞ്ഞാൽ കിണറിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യും? കിണർ വീണ്ടും ഫില്ല് ചെയ്യും അല്ലേ. അടുത്ത് നോക്കൂ, കടലാക്രമണം നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ: കടൽ ഭിത്തി കെട്ടുക, കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിക്കുക. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് കാര്യമായിട്ടൊന്നും PSC ചോദിക്കാൻ സാധ്യതയില്ല, എങ്കിൽ പോലും എന്താണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. കണ്ടൽ ചെടിയുമായി ബന്ധപ്പെട്ട് അല്ലേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അടുത്ത് നോക്കൂ, റെഡ് ക്രോസ് അറിയാമല്ലോ, സന്നദ്ധ സംഘടനയാണ് ഇത് റെഡ് ക്രോസ്. അതേപോലെ കുട്ടികളെ സന്നദ്ധ സേവരാക്കുന്ന വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ത്? സ്കൗട്ടുണ്ട് അല്ലേ, NCC ഉണ്ട്, റെഡ് ക്രോസ് ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്ത 3ാമത്തെ ചാപ്റ്റർ മാനത്തെ നിഴൽ കാഴ്ചകൾ. അതായത് പ്രകാശം പൂർണ്ണമായി കടത്തിവിടുന്ന വസ്തുക്കളുടെ പേരെന്താ? സുതാര്യ വസ്തുക്കൾ അല്ലേ. കടത്തി വിടാത്ത വസ്തുക്കൾ ഏതാണ്? കടത്തി വിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണെന്ത്? അർദ്ധതാര്യ വസ്തുക്കൾ. അടുത്ത് നോക്കൂ, ഒരു സുതാര്യ ദ്രാവകത്തിൽ ഉദാഹരണം ഏതാണ്? ജലം. അതേപോലെ ഞാൻ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ, ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം നമുക്ക്. ഓക്കെ, സുതാര്യ വസ്തുക്കൾ നിഴൽ ഉണ്ടാക്കുന്നില്ല, അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ചില സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചോദിക്കും, നമ്മൾ കുടുങ്ങിപ്പോകും പെട്ടെന്ന്, നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. സുതാര്യ വസ്തുക്കൾ നിഴൽ ഉണ്ടാക്കുന്നില്ല. അടുത്ത ചോദ്യം നോക്കി, അതാര്യ വസ്തുക്കൾക്ക് നിഴലുണ്ടാക്കാൻ കഴിയും. അതേപോലെ നോക്കി, ആകാശഗോളങ്ങളായ ഭൂമിയും ചന്ദ്രനും ഏതാണ്? അതാര്യ വസ്തുക്കളാണ്. നിഴൽ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ഒരു ദൃശ്യകലയാണ് നിഴൽ പാവക്കൂത്ത്. PSC ചോദിച്ചിട്ടുള്ള കഥയാണ്. അതിൻ്റെ പ്രശസ്തമായ ആൾക്കാരാരാന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ. അടുത്ത് നോക്കി, ഭൂമി ഒരു അതാര്യ വസ്തുവായതിനാൽ ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് എന്താകുന്നു? രാത്രിയുമാകുന്നു. നമ്മൾ കേട്ടില്ലേ അമേരിക്കയിൽ അല്ലേ, അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ. അടുത്ത് നോക്കൂ, സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെ നിഴൽപാതകൾ എപ്പോഴും സൂര്യന് എതിർദിശയിലായിരിക്കും. ഒന്ന് ഓർത്തു വെച്ചോണം. സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ചോദിക്കും, എന്താണ്? സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെ നിഴൽപാതകൾ എപ്പോഴും സൂര്യന് എതിർദിശയിലായിരിക്കും. ഓർത്തു വെക്കണേ. അടുത്ത് നോക്കൂ, സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി
ചന്ദ്രൻ്റെ നിഴൽപാതയിൽ വരുന്നു. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിക്കുന്ന പ്രദേശത്തു നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് സൂര്യഗ്രഹണം. അപ്പം എന്തിയാ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ ഒന്നും അധികം ഓർത്തിരിക്കേണ്ട. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ പൊസിഷൻ പറഞ്ഞിട്ട് ആ സമയത്ത് സംഭവിക്കുന്നതെന്നൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ എന്താണ്, ഇവിടെ ചന്ദ്രൻ വരുന്നു, അപ്പം സൂര്യൻ ഇവിടെയുണ്ട്, സൂര്യൻ്റെ ഇടയ്ക്ക് ആര് വരുന്നു, ചന്ദ്രൻ വരുന്നു, ഇവിടെ ഭൂമി വരുന്നു. ഇങ്ങനെ നേരെ വരുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഭൂമി നോക്കുമ്പോൾ എന്ത് ചെയ്യും, സൂര്യനെ കാണാൻ പറ്റുമോ, സൂര്യനെ കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് പറഞ്ഞ പേരാണത് സൂര്യഗ്രഹണം. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ പൊസിഷൻ എവിടെയാണ്, ഭൂമിക്കും സൂര്യനും ഇടയിലാണെന്ന് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഭൂമി നോക്കുമ്പോൾ കാണാൻ പറ്റാതെ അല്ലേ, സൂര്യനെ അല്ലേ കാണാൻ പറ്റാത്തത്, അപ്പോൾ എന്താണ് അതിൻ്റെ ഇടയ്ക്കാണെന്ത് ചന്ദ്രൻ വരുന്നത്. ഈ പൊസിഷൻ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇത് തന്നെ 3 തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 3 തരത്തിലുള്ള സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പൂർണ്ണ സൂര്യഗ്രഹണം, പിക്ചറിൽ തന്നെ കണ്ടറിയുന്നതാണ്. ചന്ദ്രൻ ഫുള്ളായിട്ടും മറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് സൂര്യനെ ഒട്ടും കാണാൻ പറ്റത്തില്ല അല്ലേ. അതേപോലെ നോക്കിയേ, വലയ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞതാണ്, സൂര്യൻ്റെ ചെറിയ ഭാഗം ചുറ്റും കാണും, നടുഭാഗത്ത് ചന്ദ്രൻ എന്ത് ചെയ്യുക കവർ ചെയ്ത് നിൽക്കുവാണ്, പുറം ഭാഗം സൂര്യൻ കുറച്ച് കാണും. അതിന് പറഞ്ഞ പേരാണെന്ത്, വലയ സൂര്യഗ്രഹണം അല്ലേ. ഇതോ ഭാഗിക സൂര്യഗ്രഹണം, അങ്ങനെ കയറി വരുന്നുള്ളൂ. ഇവിടെ ഈ ഭാഗത്തൊന്നുണ്ട് ചന്ദ്രനുണ്ട് അല്ലേ, ഇവിടെ സൂര്യനുണ്ട്. അപ്പോൾ ഇതിന് പറഞ്ഞ പേരാണെന്ത്, ഭാഗിക സൂര്യഗ്രഹണം ഇല്ലേ. ഇനി നമുക്ക് സൂര്യഗ്രഹണ സമയത്ത് സൂര്യനെ നിരീക്ഷിക്കുന്ന മാർഗങ്ങൾ അതൊക്കെ നോക്കി. സൂര്യ ഫിൽറ്ററുകൾ ഉപയോഗിക്കാം, പ്രതിപതന രീതി ഉപയോഗിക്കാം, പ്രക്ഷേപണ രീതി ഉപയോഗിക്കാം. ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സൂര്യഗ്രഹണം ദർശിക്കാം. നമ്മൾ നേരിട്ട് നോക്കരുത്, അൾട്രാ വയലറ്റ് ഒക്കെ വരുമെന്നൊക്കെ പറയുന്നു, നമ്മുടെ കണ്ണിന് കേടാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സുരക്ഷിതമായ രീതിയിലേക്ക് എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് അത്. ഓക്കെ, അടുത്ത് നോക്കൂ, സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വരുമ്പോൾ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ്, സൂര്യൻ ഇവിടെ നിൽക്കുന്നു അല്ലേ, അല്ല ചന്ദ്രന് മേലെ നിൽക്കുന്നു, നടുക്ക് സൂര്യൻ നിൽക്കുന്നു, താഴെ ഭൂമി നിൽക്കുന്നു. അപ്പോൾ എന്താണ്, ഇവിടെ മൂണുണ്ട്, ഇവിടെ സണ്ണുണ്ട്, ഇവിടെ എർത്തുണ്ട് അല്ലേ. അപ്പോൾ ഈ രീതി വരുമ്പോൾ നോക്കിയേ, ഭൂമിയിൽ നോക്കും നമുക്ക് മൂണിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഇതിന് പറഞ്ഞ പേരാണെന്ത്, ചന്ദ്രഗ്രഹണം. അപ്പോൾ രണ്ടും എന്താണ്, ആദ്യത്തെ സൂര്യഗ്രഹണം ഇവിടെ നോക്കി, സൂര്യഗ്രഹണം നോക്കി എങ്ങനെയാ, മേലെ സണ്ണുണ്ട്, നടുക്ക് മൂണുണ്ട്, ഇവിടെ എർത്തുണ്ട്. അപ്പം സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ നടുക്ക് വരും, ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യൻ നടുക്ക് വരും. ഈ ജസ്റ്റ് കാര്യം ഓർത്തിരുന്നാൽ മതി. ഈ ചാപ്റ്ററിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ഓക്കെ, അടുത്ത് നോക്കിയേ, 4ാമത്തെ ചാപ്റ്റർ വിത്തിനുള്ളിലെ ജീവൻ. വിത്തിനുള്ളിലെ ജീവൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്, നോക്കിക്കോളൂ. വിത്ത് മുളയ്ക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് വിത്ത് മുളയ്ക്കുന്നതിനാവശ്യമായത്, വായു, ജലം, അനുകൂല താപനില അല്ലേ. വിത്ത് മുളച്ച് കഴിഞ്ഞ് വളരുന്നതിനാവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്, സൂര്യപ്രകാശവും മണ്ണും വേണം അല്ലേ. അടുത്ത് നോക്കി, അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം അറിയുന്ന പേരാണെന്ത്, വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം എന്ന് പറയും. വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കി, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത്, അത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് എഴുതാൻ കിട്ടൂല, എന്താണ്, ബീജമൂലമാണ്. ബീജമൂലമാണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യമായി പുറത്തു വരുന്നത്. അടുത്ത് നോക്കൂ, ബീജമൂലം മണ്ണിലേക്ക് വളർന്നിട്ടാണ് ചെയ്യുന്നത്, വേരുണ്ടാകുന്നത്. അപ്പോൾ വേരുണ്ടാകുന്ന കാര്യം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നത്. ബീജമൂലം വളർന്നിട്ടാണ് ചെയ്യുന്നത്, വേരായി മാറുന്നത്. അടുത്ത് നോക്കി, ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഭാഗം ഏതാണ്, ബീജശീർഷം. പേര് ഓർത്ത് വെക്കണം. അതേപോലെ നോക്കി, ബീജശീർഷം വളർന്ന് എന്തായി മാറുന്നു, കാണ്ഡമായി മാറുന്നു അല്ലേ. അപ്പോൾ കാണ്ഡം, വേര് ഉണ്ടാകുന്ന എങ്ങനെയാണെന്നും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ആ ടേമുകളൊന്നും ഓർത്ത് വയ്ക്കുക, ബീജാങ്കുരണം, ബീജമൂലം അല്ലേ, ബീജശീർഷം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കി, ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ മുളച്ചു വരുന്ന സസ്യം ആഹാരമായി ഉപയോഗിക്കുന്നതാണ് ബീജപത്രത്തിലെ ആഹാരമാണ്. ബീജപത്രത്തിലെ ആഹാരമാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കി, ഈ ചാടുന്ന ചിത്രം നോക്കി, ഈ 1, 2 ഈ 3ാമത്തെ പിക്ചറിലെ ഈ പിക്ചറിൽ എന്താണ്, ഈ പരിപ്പ് പോലെ കാണുന്ന ഈ ഭാഗമാണെന്ന് പറയുന്നത് ബീജപത്രം അല്ലേ. അപ്പോൾ ബീജപത്രം എന്താ ഉപയോഗിക്കുന്നത്, ഇതാണ് ആൻസർ. എന്താണ്, ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ അല്ലേ, മുളച്ച സസ്യം ആഹാരമായി ഉപയോഗിക്കുന്നതാണ് ഈ ബീജപത്രമാണ് അല്ലേ. മനസ്സിലായല്ലോ. അടുത്ത് നോക്കിയേ, സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ
വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന പേരിന് പറയുന്ന കായിക പ്രജനനം. കായിക പ്രജനനം എന്ന് പറയുന്നത് അതൊന്ന് ഓർത്തിരുന്നോണം, നമുക്ക് പെട്ടെന്ന് ടൈം കിട്ടത്തില്ല, ഓർത്തിരുന്നോണം. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കും അല്ലേ, പുതിയ സസ്യം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും, വേര് ഉപയോഗിക്കും, തണ്ട് ഉപയോഗിക്കും, ഇല ഉപയോഗിക്കും അല്ലേ. അപ്പം വേര്, തണ്ട്, ഇല ഇവയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് പറഞ്ഞ പേരാണത് കായിക പ്രജനനം എന്ന് പറയും. ഓക്കെ, അടുത്ത് നോക്കി, ഒരു സസ്യത്തിന്റെ വിത്തുകൾ വളരുന്നതിനാവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യുന്നതിന് പറഞ്ഞ പേരാണത് വിത്തു വിതരണം. അപ്പോൾ ഒരു സസ്യത്തിൻ്റെ വിത്തുകൾ വളരുന്നതിനാവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യുന്നതിന് പറഞ്ഞ പേരാണത് വിത്ത് വിതരണം അല്ലേ. വിത്ത് വിതരണം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ടേബ് വായിച്ച് കൺഫ്യൂഷൻ ആകണ്ട. എന്താണ്, ഒരു ചെടിയിൽ നിന്ന് എന്ത് ചെയ്യുക, വിത്തുകൾ അതിന് അനുകൂലമായ സാഹചര്യത്തിൽ പല സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, സഞ്ചരിക്കുന്ന അപ്പൂപ്പൻ തടിക്ക് പോകണ വേണ്ടിയിട്ടില്ലേ, പറന്ന് എന്ത് ചെയ്യും പോകുന്ന കാണാം അല്ലേ. അപ്പോൾ ആ രീതിയിൽ അപ്പം വിത്ത് വിതരണം എന്ന് പറയുന്നതാണ് ഒരു സസ്യത്തിൻ്റെ വിത്ത് മറ്റു സ്ഥലത്ത് എന്ത് ചെയ്യുക, അതിന് അനുകൂലമായ സാഹചര്യത്തിൽ വളരാൻ ആവശ്യ സാഹചര്യത്തിൽ പോയി എത്തിച്ചേരുന്ന പരിപാടിക്ക് പറഞ്ഞ പേരാണ് വിത്ത് വിതരണം. അടുത്ത് നോക്കി, വിത്ത് വിതരണ രീതി ഏതൊക്കെയാണെന്ന് നോക്കി, കാറ്റ് വഴി വിത്ത് പോകും, ജലം വഴി പോകും, ജന്തുക്കൾ വഴി പോകും, പൊട്ടിത്തെറിച്ച് പോകും അല്ലേ. നമ്മൾ പറയില്ലേ ഈ കണ്ടോന കുത്തി എന്നൊക്കെ പറയില്ല, നമ്മൾ ചെറിയ പുല്ല് മേത് പിടിക്കുന്നത്, അതൊക്കെ എന്താ ജന്തുക്കൾ വഴി നമ്മുടെ മേത്തൊക്കെ തട്ടിപ്പിടിച്ചാൽ പോകണം അല്ലേ. അടുത്ത് നോക്കി, കാറ്റ് വഴി ഏതാണ്, അപ്പൂപ്പൻ താടി, മഹാഗണിയൊക്കെ, മഹാഗണി എന്നൊരു മരം ഉണ്ടല്ലേ, അതിൻ്റെ എന്ത് ചെയ്യുക, പറന്നാ പോവുക, പൊട്ടിത്തെറിക്കുമ്പം പറന്നു പോകും. അപ്പൂപ്പൻ താടി, മഹാഗണിയൊക്കെ എന്താണ്, കാറ്റ് വഴിയാണ്. ജലം വഴിയാണെങ്കിലോ തേങ്ങ അല്ലേ ഒഴുകി പോകുന്നതാണ് അല്ലേ. ജന്തുക്കൾ വഴിയാണെങ്കിലോ ആൽമരം, പ്ലാവ്, പേര അല്ലേ. ജന്തുക്കൾ വഴി എങ്ങനെയാണ്, പക്ഷികളൊക്കെ എന്ത് ചെയ്യും, ആൽമരത്തിൻ്റെ കായ ഭക്ഷിക്കും അല്ലേ, അങ്ങനെ എന്ത് ചെയ്യും പോവും. പ്ലാവാണെങ്കിൽ അറിയാമല്ലോ, നമ്മൾ കൊണ്ട് കളയും അല്ലേ. അല്ലെങ്കിൽ പേര, അതും പക്ഷികളൊക്കെ തിന്നിട്ട് എന്ത് ചെയ്യും, വേറെ സ്ഥലത്ത് അല്ലേ കാഷ്ടിക്കുമ്പോൾ എന്ത് ചെയ്യും, അതവിടെ കിടന്ന് മുളയ്ക്കും. അസ്ത്രപ്പുല്ല്, നമ്മുടെ മേത്ത് പിടിക്കുന്ന പുല്ലില്ലേ, കണ്ടോനെ കുത്തി എന്നൊക്കെ പറഞ്ഞ പുല്ല്, അതെന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് എന്ത് ചെയ്യും, എത്തിപ്പെടും. ഓക്കെ, പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന ഏതാ, വിത്ത്, കാശിത്തുമ്പ അല്ലേ, അതൊക്കെ എന്താണ്, പൊട്ടിത്തെറിച്ച് വരും. അപ്പം വിത്ത് വിതരണ രീതി മനസ്സിലായല്ലോ. അതേപോലെ നോക്കി, കാർഷിക വിളകൾ അവയുടെ ജന്മദേശം എന്നൊരു ഭാഗം ഉണ്ട്, ഒന്ന് ഓർത്തിരുന്നോണം, സാധ്യതയുണ്ട് വരാൻ. അപ്പോൾ കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇത്ര പേരയ്ക്ക, ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന അമേരിക്കൻ വൻകര. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ നോക്കി പഠിച്ചോണം. അമേരിക്കൻ വൻകരയാണ്. തേയില എവിടുന്നാണ്, തേയില ചൈനയാണ്. ക്യാബേജ് യൂറോപ്പ്, റബ്ബർ, കശുമാവ് ബ്രസീൽ അല്ലേ. അപ്പം ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കണം. എന്താണ്, നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, മാറിപ്പോകാൻ സാധ്യതയുണ്ട്, ഓർത്തിരുന്നോണം. ഓക്കെ, കാർഷിക വിളകൾ, ജന്മദേശം, അത് ഇമ്പോർട്ടൻ്റ് ആണ് 4ാമത്തെ ചാപ്റ്ററിൽ. 5ാമത്തെ ചെറിയ സിമ്പിൾ ചാപ്റ്ററാണ്. കത്തുമ്പോൾ താപം പുറത്തു വരുന്ന വസ്തുക്കൾ പറഞ്ഞ പേരാണത് ഇന്ധനം. അപ്പോൾ ഇന്ധനം എന്ന് പറയുന്നതാണ് കത്തുമ്പോൾ താപം പുറത്തു വരുന്ന വസ്തുക്കൾ പറഞ്ഞ പേരാണ് ഇന്ധനം. അതിൽ ഖര ഇന്ധനം പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണ്, വിറക്, കൽക്കരി. ദ്രാവക ഇന്ധനം ഏതൊക്കെയാണ്, ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ. അതായത് വാതക ഇന്ധനം ഏതൊക്കെയാണ്, LPG, CNG, ഹൈഡ്രജൻ. ഇതൊക്കെ എന്താണ്, വാതക ഇന്ധനങ്ങളാണ്. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം, ഈ 3 രീതിയിലും ഇന്ധനമുണ്ട്. ഇന്ധനം എന്ന് പറയുന്നതാണ് വസ്തുക്കൾ കത്തുമ്പോൾ താപം പുറത്തു വരുന്നതിന് പറഞ്ഞ പേരാണ് ഇന്ധനം എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത് നോക്കി, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാ, ഏവിയേഷൻ ഫ്യൂവലാണ്. ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്നത്, ഒന്ന് ഓർത്തിരുന്നോണം. ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്നത്. ഏതൊരു വസ്തുവും കത്താൻ ആവശ്യമായ പ്രധാന ഘടകം ഏതാണ്, വായുവാണ് അല്ലേ. വായുവിലെ കത്താൻ സഹായിക്കുന്ന ഏതാണ്, ഓക്സിജൻ അല്ലേ. അതുപോലെ നോക്കി, ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഊർജം പുറത്തുവിടുന്നു. ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു, ഊർജം പുറത്തുവിടുന്നു. അതേപോലെ നോക്കൂ, ശ്വസനത്തിലൂടെ ശരീരത്തിൽ നിന്ന് വാതകം ഏതാണ്, നമ്മൾ ശ്വസിക്കുമ്പോൾ കിട്ടുന്ന ഏതാ, ഓക്സിജൻ അല്ലേ. അടുത്ത് നോക്കി, പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോൾ തുടങ്ങിയ വേർതിരിക്കുന്ന സ്ഥാപനത്തിന് പറഞ്ഞ പേരാണത് പെട്രോളിയം റിഫൈനറി. പെട്രോളിയം റിഫൈനറി എന്ന് പറയുന്നത് നമ്മൾ പെട്രോളിയം എന്ന ആ വസ്തുവിൽ നിന്ന് എന്താണ്, ഒരുപാട് വസ്തുക്കൾ കിട്ടും അല്ലേ. പാരഫിൻ കിട്ടും, പെട്രോൾ കിട്ടും, ഡീസൽ കിട്ടും അല്ലേ. അതേപോലെ കുറേ മെഡിക്കൽ മരുന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കിട്ടും അല്ലേ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടും, മെഴുക് കിട്ടും. അപ്പോൾ ഈ പെട്രോൾ, ഡീസലൊക്കെ എന്ത് ചെയ്യുക, വേർതിരിച്ചെടുക്കുന്ന സ്ഥാപനത്തിന് പറഞ്ഞ പേരാണത് പെട്രോളിയം റിഫൈനറി. അതേപോലെ നോക്കിയേ, എന്താണ് പെട്രോളിയം എന്ന് നോക്കിയേ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇന്ധനത്തിന് പറഞ്ഞ പേരാണത് പെട്രോളിയം. അടുത്ത് നോക്കൂ, സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇന്ധനം ഏതാണ്, കൽക്കരിയാണ്. അപ്പോൾ സസ്യങ്ങളുടെ അവശിഷ്ടത്തിൽ നിന്നുണ്ടാകുന്നത് കൽക്കരി. ജീവജാലങ്ങൾ പെട്ടുപോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഏതാണ്, പെട്രോളിയം അല്ലേ. അടുത്ത് നോക്കി,
ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ് നോക്കി, ഏതൊക്കെയത്? കൽക്കരിയും പെട്രോളിയം ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയും. അടുത്ത് നോക്കി, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ കൺവേർഷണൽ എനർജി സോഴ്സസ് എന്ന് പറയും. അടുത്ത് നോക്കി, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പെട്രോളിയം, കൽക്കരി, വിറക്, ഇതൊക്കെയാണത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. അതേപോലെ നോക്കി, പെട്രോളിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എന്തൊക്കെയാണ് നോക്കി, നേരത്തെ പറഞ്ഞായിരുന്നു പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG, കീടനാശിനി, പ്ലാസ്റ്റിക്, ഔഷധം, മെഴുക, അങ്ങനെ കുറേ സാധനം ഇവിടുന്ന് കിട്ടും. നമുക്ക് പെട്രോളിയത്തിൽ നിന്ന് കിട്ടും അല്ലേ. നമ്മളതിൽ നിന്ന് ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മൾ പെട്രോൾ, ഡീസൽ എന്ന് മാത്രമേ ഓർക്കുള്ളൂ. ഏവിയേഷൻ ഫ്യൂവൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ. അടുത്ത് നോക്കി, എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ് ഏതാണത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ് ഏതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് അല്ലേ. അടുത്ത് നോക്കി, ഇനി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതൊക്കെയാ? സൗരോർജ്ജം തീരുമോ? കാറ്റ് തീരുമോ? തിരമാല അല്ലേ, ഇതിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ. അപ്പം ഓർക്കുക. അടുത്ത് നോക്കി, സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണത് സോളാർ സെല്ല്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സോളാർ സെല്ല്, അറിയാതെ. അടുത്ത് നോക്കി, സോളാർ സെല്ല് ഉപയോഗിക്കാൻ അല്ലെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സിലിക്കൺ. ആ കാര്യം ഓർത്തിട്ട് മറക്കണ്ട, സിലിക്കണാണ്. അപ്പോൾ ഇത്രയുമാണ് ഏത് ചാപ്റ്ററിലുള്ളത്? 5ാമത്തെ ചാപ്റ്ററിൽ. അടുത്തത് സ്വൽപ്പൊടി ഉണ്ട് നോക്കിയോ. സോളാർ സെല്ലുകളുടെ നിര അറിയപ്പെടുന്നത് സോളാർ പാനലാണ് അല്ലേ. സോളാർ പാനൽ എന്നറിയാലോ. സോളാർ സെല്ലുകൾ നിർത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക, സോളാർ പാനൽ ഉണ്ടാക്കും. പാനൽ പല വാട്സിൽ അറിയാലോ. ഓക്കെ, അടുത്ത് നോക്കി, സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? കാൽക്കുലേറ്റർ, സോളാർ തെരുവ് വിളക്ക്, സോളാർ ഹീറ്റർ, സോളാർ കുക്കർ അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ കണ്ടുപിടുത്തത്തിലാണ് ഓരോന്ന് കൂടി വരുന്നുണ്ട്. ഇപ്പം വെള്ളം അടിക്കുന്ന മോട്ടറുകൾ അല്ലേ, അങ്ങനെ ടെക്നോളജി കൂടി എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിൽ ആഡ് ചെയ്തോളൂ. അടുത്ത് നോക്കൂ, കാറ്റിൽ നിന്ന് ഊർജ്ജമുണ്ടാക്കുന്ന യന്ത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണിത് കാറ്റാടി യന്ത്രങ്ങൾ. കഞ്ചിക്കോടൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത് നോക്കിയേ, ഫിലമെൻ്റ് ബൾബിനേക്കാൾ കുറച്ച് വൈദ്യുതി ഉപയോഗിക്കുന്ന ബൾബുകളാണ് ഏതൊക്കെ? CFL അല്ലേ, CFL. ഇനി ഏറ്റവും കൂടുതൽ ഊർജ്ജ ലാഭം ഉണ്ടാക്കുന്ന ബൾബാണ് LED. ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമില്ലോ. അതിൻ്റെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോണം. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. CFLൻ്റെയോ കോമ്പാക്റ്റ് ഫ്ലോറസെൻറ്റ് ലാമ്പ് എന്നാണ് CFLൻ്റെ ഫുൾ ഫോം അല്ലേ. നമ്മുടെ വീട്ടിലെല്ലാം ഇപ്പം എന്താണ്, നമ്മൾ LED ആക്കിക്കൊണ്ടിരിക്കുക അല്ലേ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോണം. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14. അടുത്ത് നോക്കൂ, 6ാമത്തെ ചാപ്റ്റർ എന്താണ്? ഈ 5ാം ക്ലാസ്സിലെ ചാപ്റ്ററുകളിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കുന്ന, LDCക്ക് LPUPക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് 6ാമത്തെ ചാപ്റ്ററുള്ള കാര്യം. പക്ഷേ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടില്ല. ഒരു 8ലോ 9ലോ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് എന്താണ് ആ സാധനം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്നാണ് അല്ലേ. അപ്പം ഇതിൽ ബേസായിട്ട് നമ്മൾ ഉത്തോലകങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഉത്തോലകങ്ങളായിട്ട് ഉറപ്പായിട്ടും PSC ഒരു പരീക്ഷയ്ക്ക് ചോദ്യമില്ലാത്ത പരീക്ഷ കാണാനില്ല. LDC ഏകദേശം എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, LDC അല്ലെങ്കിൽ LPUPക്ക് ആണെങ്കിലും നോക്കൂ, ജോലി എളുപ്പമാക്കുന്ന ലഘുയന്ത്രങ്ങൾക്ക് പറഞ്ഞ പേരാണത് ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങൾക്ക് പറഞ്ഞ പേരാണത് ലഘുയന്ത്രങ്ങൾ അല്ലേ. ലഘുയന്ത്രങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ചുറ്റിക, കത്രിക, കത്തി, കപ്പി, ഇതൊക്കെ അല്ലേ ലഘുയന്ത്രങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഉപയോഗം നമുക്കറിയാലോ. ഓക്കെ, അടുത്ത് നോക്കൂ, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകൾ അറിയപ്പെടുന്ന പേരാണ് ഉത്തോലകങ്ങൾ. ഇതൊന്നും മറക്കണ്ട, ഓർത്തിരുന്നോണം. അടുത്ത് നോക്കി, ഉത്തോലകങ്ങൾ ലഘുയന്ത്രങ്ങളാണ്. അതേപോലെ നോക്കി, ഉത്തോലകങ്ങൾ ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദു അറിയപ്പെടുന്ന പേരാണ് ധാരം. അടുത്ത് നോക്കി, ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലം, നമ്മൾ കൊടുക്കുന്ന ബലമാണെന്ത്? യജ്ഞം, എഫേർട്ട് എന്ന് പറയും അല്ലേ. അതേപോലെ ഉത്തോലകത്തിൽ യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം അറിയപ്പെടുന്ന പേരാണെന്ത്? രോധം എന്നറിയപ്പെടും. അപ്പം ഈ ധാരത്തിൻ്റെ യജ്ഞത്തിലേക്ക് എന്ത് ചെയ്യുക, സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് 1ാം വർഗ്ഗ ഉത്തോലകം, 2ാം വർഗ്ഗ ഉത്തോലകം, 3ാം വർഗ്ഗ ഉത്തോലകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 1ാം വർഗ്ഗ ഇപ്പം ഞാൻ എക്സാമ്പിൾ അതൊന്നും പറയുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക പറഞ്ഞതേ ഉള്ളൂ. അടുത്ത 8ാം ക്ലാസ്സിലൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്, നമുക്ക് അന്നേരം നോക്കാം. ഇപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, ഉത്തോലകം എന്ന് പറഞ്ഞാൽ ലഘുയന്ത്രമാണ്. അതിൽ 3 ഭാഗം ഏതൊക്കെയാണ്? 3 ഭാഗമല്ല, 3 പ്രധാനപ്പെട്ട ടേമുകൾ ഏതൊക്കെയാണ്? ധാരം, യജ്ഞം, രോധം അല്ലേ. ഫൽക്രം, എഫേർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇത് 3 ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ നോക്കി, അപ്പോൾ 1ാം വർഗ്ഗം 2ാം വർഗ്ഗം എന്ന് പറഞ്ഞപ്പോൾ എന്തിൻ്റെ ബേസിലാണ്? അതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ധാരത്തിൻ്റെയും എഫേർട്ടിൻ്റെയൊക്കെ എന്ത് ചെയ്യുക, പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ ആണ് ഇത് 1ാം വർഗ്ഗം, 2ാം വർഗ്ഗം, 3ാം വർഗ്ഗം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കി,
രോധത്തിനും യത്നത്തിനും ഇടയിൽ ധാരം വരുന്ന ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് കത്രിക, കട്ടിംഗ് പ്ലെയർ, ത്രാസ്, നഖംപെട്ടി, സിസോ ഒക്കെ അല്ലേ. അപ്പോൾ PSC ഇങ്ങനെ കുറച്ച് ചോദിച്ചിട്ട് ഇതിൽ ഒന്നാം വർഗ്ഗ ഉത്തോലകം ഏതാണ് എന്നൊക്കെ ചോദിക്കും. അടുത്ത് നോക്കി, യത്നത്തിനും ധാരത്തിനും ഇടയിൽ രോധം വരുന്ന ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് പാക്കുവെട്ടി, നാരങ്ങ ഞക്കി അല്ലേ, വീൽ ഭാരോ, അതേപോലെ ബോട്ടിൽ ഓപ്പണർ, ഈ സാധനങ്ങളൊക്കെ. അടുത്ത് നോക്കൂ, രോധത്തിനും ധാരത്തിനും ഇടയിൽ യത്നം വരുന്ന ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് ഐസ് സ്റ്റോൺസ്, ചവണ, സ്ലാപ്ലെയർ, ചൂണ്ടയൊക്കെ. അപ്പം ഇത് ആദ്യം തന്ന ഈ സാധനം ഒന്നാം വർഗ്ഗ ഉത്തോലകം എന്ന് ഓർക്കുക, ഇത് രണ്ടാം വർഗ്ഗ ഉത്തോലകം എന്ന് ഓർക്കുക, മൂന്നാം വർഗ്ഗ ഈ ഒരു 3 പോയിന്റ് ഓർത്താൽ 1 മാർക്ക് LDCക്ക് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത് നോക്കൂ, ലഘു യന്ത്രങ്ങളിൽ യത്നം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം. അത് നോക്കണ്ട. അടുത്ത് നോക്കി, അപ്പം ഇത്രയും കാര്യങ്ങൾ ഉള്ളൂ. ഏത് 6ാമത്തെ ചാപ്റ്റർ ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ റിവിഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു അല്ലേ, 1 മുതൽ 5ാം ക്ലാസ്സിലെ 1ാം ചാപ്റ്റർ മുതൽ 6ാം ചാപ്റ്റർ വരെയുള്ള ഞാൻ റിവിഷൻ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു പെട്ടെന്ന് ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെ ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ ഓടിച്ചെന്ത് ചെയ്യുക, പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന രീതിയിൽ പെട്ടെന്ന് തീർത്ത ഒരു ചെറിയ റിവിഷനാണ്. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഉപകാരപ്രദമാകുകയാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, LDC എക്സാമിന് മുൻപ് അല്ലെങ്കിൽ LP UP എക്സാമിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ SSCRT ടെക്സ്റ്റ് ബുക്ക് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. ഇതിപ്പോൾ ജസ്റ്റ് സിമ്പിൾ കാര്യമായതുകൊണ്ട് ഓടിച്ച് എന്ത് ചെയ്യുക, റിവിഷൻ്റെ ഭാഗമായിട്ട് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ട് സിമ്പിൾ വീഡിയോ ഞാൻ ചെയ്യാം. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് 1 മാർക്ക് ഷുവറാണ്. ഓക്കെ, അപ്പം ഒരിക്കൽ കൂടി പറയുകയാണ്, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.